നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പ് പതുക്കെ നമ്മുടെ ജീവൻ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ സത്യമാണ്. വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്ന നിരവധി സോപ്പുകളിൽ മാരക രാസവസ്തു അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 2026 എത്തി നിൽക്കുമ്പോഴും ഇന്ത്യയിലെ പല പ്രമുഖ സോപ്പുകളിലും ലിലിയൽ എന്ന മാരക രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 2022 തന്നെ ഈ പദാർത്ഥം മനുഷ്യ ശരീരത്തിന് അപകടകരമാണെന്ന് കണ്ട് നിരോധിച്ചതാണ്. എന്നാൽ ഇന്ത്യയിലെ വിപണികളിൽ ഇന്നും ഈ വിഷം സുഗന്ധത്തിനെന്ന പേരിൽ വിറ്റഴിക്കപ്പെടുന്നു. ലിലിയൽ എന്നത് കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. പൂക്കളുടെ മണം നൽകാനാണ് ഇത് പ്രധാനമായും സോപ്പുകളിലും ലോഷനുകളിലും ചേർക്കുന്നത്. BMHCA എന്ന ചുരുക്കപ്പേരിലും ഇതറിയപ്പെടുന്നു. 2026 എത്തി നിൽക്കുമ്പോഴും പല പ്രമുഖ കമ്പനികളും ഈ രാസവസ്തുവിന് പകരക്കാരനെ കണ്ടെത്താൻ തയ്യാറായിട്ടില്ല. ചർമ്മത്തിലൂടെ ഇത് ശരീരത്തിനുള്ളിലേക്ക് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് വെറുമൊരു ചർമ്മ പ്രശ്നം മാത്രമല്ല ഉണ്ടാക്കുന്നത്, ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ പോലും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലിലിയൽ ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആയാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ഇത് പൂർണ്ണമായും തകിടം മറിക്കുന്നു. ഇത് വന്ധ്യതയ്ക്കും പ്രത്യുൽപാദന സംബന്ധമായ മറ്റു ഗുരുതര പ്രശ്നങ്ങൾക്കും കാരണമാകും. പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ ഇത് ദോഷകരമാണ്. ഗർഭസ്ഥ ശിശുക്കളുടെ വളർച്ചയെ പോലും ഇത്തരം രാസവസ്തുക്കൾ ബാധിച്ചേക്കാമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. വെറുമൊരു സോപ്പിലൂടെ ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാകുന്ന മറ്റു രോഗങ്ങൾക്കും ഇത് വഴിവെക്കുന്നു. സുഗന്ധത്തിന് വേണ്ടി ചേർക്കുന്ന ഈ രാസവസ്തു ചർമ്മത്തിൽ കടുത്ത അലർജി ഉണ്ടാക്കാൻ കാരണമാകുന്നു. ചൊറിച്ചിൽ, ചുവന്ന തടുപ്പുകൾ, തൊലിപ്പുറത്തെ അസ്വസ്ഥതകൾ എന്നിവ ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങളാണ്. സെൻസിറ്റീവ് ചർമ്മമുള്ളവർ ഇത്തരം സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. സോപ്പിന്റെ മൃദുത്വം കണ്ട് മയങ്ങുന്ന ഉപഭോക്താക്കൾ ലേബലിലെ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ മറന്നുപോകുന്നു. ബ്യൂട്ടിൽ ഫീനൈൽ മെഥൈൽ പ്രോപ്പിയോണൽ എന്ന പേരിൽ ലേബലുകളിൽ ഇത് ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഇത്തരം കെമിക്കലുകൾ ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാകുന്നു. ഒരു സോപ്പോ ബോഡി വാഷോ വാങ്ങുമ്പോൾ അതിന്റെ പാക്കറ്റിന് പിന്നിലെ ചേരുവകൾ കൃത്യമായി വായിക്കുക. ലിലിയൽ അല്ലെങ്കിൽ BMHCA എന്ന് രേഖപ്പെടുത്തിയവ കർശനമായും ഒഴിവാക്കുക. പലപ്പോഴും ഫ്രേഗ്രൻസ് എന്ന പൊതുനാമത്തിൽ ഇവ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. പാരബൈൻ, സൾഫേറ്റ് എന്നിവയില്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ബ്രാൻഡുകളെ മാത്രം വിശ്വസിക്കുക. പരസ്യങ്ങളിൽ വീഴാതെ സ്വന്തം അറിവ് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക. ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം. ചർമ്മത്തിന്റെ ഭംഗിയേക്കാൾ പ്രധാനം അതിന്റെ ആരോഗ്യമാണെന്ന് ഉറപ്പുവരുത്തുക. സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കും വരും തലമുറയ്ക്കും ആരോഗ്യകരമായ ഭാവി ഉറപ്പാക്കാം. ഓരോ തവണ സാധനങ്ങൾ വാങ്ങുമ്പോഴും ലേബലുകൾ ശ്രദ്ധാപൂർവം വായിക്കാൻ സമയം കണ്ടെത്തുക.